ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് പാനിപൂരിൻ്റെ റെസിപ്പിയാണ്. അധികം പേർക്കും ഇഷ്ടമാണ് പാനിപൂരി. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ എന്തോ ഒരു മടിയായിരിക്കും. നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഓരോരോ വീഡിയോ കണ്ടിട്ട് വൃത്തി ഉണ്ടാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് മടിയായിരിക്കും അല്ലേ. എനിക്ക് പുറത്തുനിന്ന് പാനിപൂരി കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ ആകെ ഒരു പ്രാവശ്യമായിട്ടേ കഴിച്ചിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലാതെ ഇവിടെ നിന്ന് നെസ്റ്റോ എന്നൊക്കെ വാങ്ങലുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് വെള്ളക്കടലയും പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഇപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ള കുറച്ച് വെള്ളക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളക്കടലയ്ക്ക് പകരമായിട്ട് നമുക്ക് കറുത്ത കടലയില്ല, കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ കടല എടുക്കാം കേട്ടോ. പക്ഷെ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഒരു കടല ആയിരിക്കും. പിന്നെ ഒരു വലിയ പൊട്ടറ്റോ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് വേവിച്ചിട്ടെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി പാനിപൂരിൻ്റെ ആ ഗ്രീന് പാനിയില്ലേ, അതുണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം അളവിൽ തന്നെ മല്ലിയിലയും പുതിന ഇലയും എടുക്കുക. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ പുളിപ്പിനായിട്ട് ചെറുനാരങ്ങേൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ നീര്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇതൊരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. പുതിന ഇലേൻ്റെയും അതുപോലെ ഇഞ്ചിൻ്റെ ഒക്കെ നാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വെള്ളം കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് പാനിപൂരിയിൽ ആ ഒരു ഗ്രീനിൻ്റെ ഇത് നല്ല ലൂസായിട്ടല്ലേ ഉണ്ടാവാനേ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്തിട്ട് ആ ഒരു ഇത് ലൂസാക്കിയിട്ട് എടുക്കാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ വേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് എന്തായാലും ഒന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചാറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് കിട്ടാൻ ചാറ്റ് മസാല എന്തായാലും ചേർക്കണേ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിനടുത്തായിട്ട് ചാറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ഞാൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഇംലി ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പുളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കപ്പിൽ പുളി എടുത്തിട്ടുണ്ട്. ആ കപ്പ് ഫുള്ളായിട്ട് തന്നെ ജാഗരി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനടുത്തായിട്ട് ചെറിയ ജീരകയില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ആ പുളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അതേപോലെ ആ ടൈം കൊണ്ട് നമ്മുടെ ആ ജാഗിരിയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടും വരും. അപ്പോൾ പൊടിച്ചിട്ട് ഇട്ടെടുത്താൽ പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ടും കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പുളിവെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. പുളീൻ്റെ ആ വേസ്റ്റെല്ലാം നമുക്ക് മാറ്റാം. അതുപോലെ ഇത് അതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് പുളിവെള്ളം ഫുള്ളായിട്ടും എടുക്കണേ. ഞാനിപ്പോൾ ഈ ഒരു ലൂസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടിയിൽ ആക്കിയിട്ടെടുക്കാം. ഇനി ഇത് നമ്മുടെ പൊട്ടറ്റോ അല്ലേ, പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു 1/4 കപ്പ് സവാള ഇങ്ങനെ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള കടലയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാറ്റ് മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അധികം കൂടി പോകണ്ട, അപ്പം ഭയങ്കരമായിട്ടൊരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി പാനിപൂരി ഉണ്ടാക്കാനായിട്ട് ഇതേപോലത്തെ പാനിപൂരിൻ്റെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന അതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കപ്പാസിറ്റി അനുസരിച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. അധികം കൂടി പോകണ്ട കേട്ടോ. അപ്പം എല്ലാം പെർഫെക്റ്റായിട്ട് ആവുന്നത് പൊങ്ങി വരില്ല. ഇനി എയർ ഫ്രയർ ക്ലോസ് ആയിട്ട് നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ 2 മിനിറ്റാണ് വെച്ചെടുക്കുന്നത്. പ്രീ ഹീറ്റൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഒട്ടും തന്നെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. 2 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ. ഇതിൽ മാക്സിമം ടെമ്പറേച്ചർ 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാനിപൂരി കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രയർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഓയിൽ പൊരിച്ചെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ പാനിപൂരിൻ്റെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഗ്രീന് പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പൊട്ടറ്റോ ഫില്ലിങ് റെഡിയായി. പിന്നെ നമ്മുടെ ആ ഒരു ഇംലി ചട്നി ഇല്ലേ, അതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് ആ ഒരു ഇംലിൻ്റെ ഇത് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്കിത് സ്റ്റോർ ചെയ്തും വെക്കാം. ആ ഒരു ഇംലി ചട്നി സ്റ്റോർ ചെയ്തിട്ടും വെക്കാം കൂടുതലാണെങ്കിൽ. അപ്പം ഇതാ പാനിപൂരിൻ്റെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആ ഒരു ഇംലി ചട്നിയും അതുപോലെ ഈ ഗ്രീൻ പാനിയെല്ലാം ഒഴിച്ചു കൊടുക്കുക. അപ്പം കുറച്ച് മിക്സ്ചർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ ഒരു നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പിന്നെ ഒരുപാട് എയർ ഫ്രൈ റെസിപ്പീസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.